തരം ഗാനങ്ങളും വഴങ്ങുമെന്ന് ഋതുവിലെ ഗാനം കേട്ടവർ ഇപ്പോൾ വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്നുണ്ടാവും. എന്തായാലും ഈ ഒരു ഗാനത്തിൻ്റെ സംഗതി ഷഡ്ജം ഇതിനെക്കുറിച്ചൊന്നും പറയാൻ കൂടുതൽ അറിയില്ലെങ്കിൽ കൂടെ പാട്ട് മനോഹരമായിരുന്നു. സുജിത്ത് ഒരു സൗണ്ട് എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു എന്നാണ് അറിയുന്നത്. ഒരു ഗായകനാകുമ്പോൾ ഇത്തരം ടെക്നിക്കൽ സേവിയായിട്ട് ഇരുന്നാൽ എത്രമാത്രം പ്രയോജനം ചെയ്യും? പ്രത്യേകിച്ച് സൗണ്ട് റെക്കോർഡിംഗ് മേഖലകളിൽ കൂടുതൽ പ്രവർത്തിച്ച് ഗായകനിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ആ ഒരു സൗണ്ട് മോഡുലേഷൻ എങ്ങനെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും? എന്തൊക്കെ ഗുണം ചെയ്യും? അതിലൊരു കറക്ഷൻ ഉണ്ട്. ഞാൻ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗണ്ട് ടെക് മീഡിയ ചെന്നൈയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സൗണ്ട് എഞ്ചിനീയറിംഗ്. അതെ, ഒരു ഡിഫറെൻറ്റ് വ്യൂ ആണ് ആക്ച്വലി കിട്ടുക. ഒരു വൈഡർ കോൺസെപ്റ്റ്, ഒരു വൈഡർ ഔട്ട്ലുക്ക് കിട്ടും മ്യൂസിക്കിലേക്ക്. നമ്മളിപ്പം ഞാൻ മൈക്കിൻ്റെ പിന്നിൽ നിന്ന് മാത്രം പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴത്തേനും എന്താണ് അതിൻ്റെ മുമ്പിൽ നടക്കുന്നതെന്നും കൂടെ മനസ്സിലാവും. നമ്മൾ എങ്ങനെ പാടിയാൽ എങ്ങനെ ഔട്ട്പുട്ടിനെ നമുക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് ഒരു ബെറ്റർ ഐഡിയ കിട്ടും. സുജിത്ത്, ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ സംഗീതത്തിൽ കൂടുതൽ പഠിക്കണം എന്നുള്ള മോഹമായിട്ടാണ് സുജിത്ത് ചെന്നൈയിലെത്തിയത്. ചെന്നൈയിൽ നിന്ന് നമുക്കറിയാം സംഗീതം എന്ന് പറയുന്നത് ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുകയാണ്. കൂടുതൽ പഠിക്കാൻ സാധിക്കുക വിദേശത്തേക്ക് പോകുമ്പോഴാണ്. മലയാളത്തിന് ലഭിച്ച ഒരു സൗഭാഗ്യമാണ് നിങ്ങൾ കുറച്ച് യുവാക്കൾ ശ്യാംപ്രസാദിന്റെ സിനിമയിലോടുകൂടി വന്നു എന്ന് പറയുന്നത്. തീർച്ചയായും പുറത്തേക്ക് പോകുന്നതും കൂടുതൽ പഠിക്കുന്നതും ഒക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ മലയാളത്തിന് ഈ ഒരു സൗഭാഗ്യം ഇനി നഷ്ടമാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? സൗഭാഗ്യം എന്നുദ്ദേശിച്ചത് എന്താണ്? തീർച്ചയായും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്വരമാധുരികൾ, അത്തരത്തിലുള്ള ഗാനങ്ങൾ മലയാളത്തിൽ വരിക എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തത തന്നെയല്ലേ? അതെ, വ്യത്യസ്തതയാണ്. മലയാളത്തിൽ വളരെയധികം നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്. രാഹുൽ ഏട്ടൻ വളരെ വലിയ എക്സാമ്പിളാണ്. അദ്ദേഹം ഇത്രയും നല്ല പാട്ടുണ്ടാക്കി ഞങ്ങളായിട്ട് വിളിച്ചില്ലേ, തന്നില്ല. അപ്പോൾ ഇനിയും ഞങ്ങൾക്കൊക്കെ മലയാളത്തിൽ ഇഷ്ടംപോലെ പാട്ടുകൾ പാടാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. നേഹയുടെ അവസാനത്തെ ചോദ്യം, നേഹ ഏതാണ് ഇനിയിപ്പോൾ പുതിയ ചെയ്യാൻ പോകുന്നവർക്ക്? കൂടുതൽ ഓഫറുകൾ അങ്ങനെ വരുന്നുണ്ടോ മലയാളത്തിൽ നിന്നും മറ്റു ഭാഷകളിൽ നിന്നുമൊക്കെ? എനിക്ക് ഫിലിമായിട്ട് അധികം ഓഫേഴ്സ് ഇതുവരെ വന്നിട്ടില്ല. ഋതുവിൻ്റെ പാട്ട് കേട്ടിട്ട് എനിക്കൊരു ആൽബത്തിൽ ഒരു പാട്ട് കിട്ടി. അത് ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബമായിരുന്നു. അതല്ലാതെയും ഞാനിപ്പോൾ റോസ് ബോൾ ചാനലിന് കോമ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്യൂഷൻ കോൺസേർട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. നേഹ, ഒപ്പം സുജിത്ത് പുലർവേളയിൽ അതിഥിയായി എത്തിയതിന് വളരെ നന്ദി. ഒപ്പം എല്ലാ ആശംസകളും നേരുന്നു. കൂടുതൽ വർക്കുകൾ കിട്ടട്ടെ. അതുപോലെ തന്നെ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിലും തൻ്റെ എന്താ പറയുക, ഒരു കഴിവ് പ്രകടിപ്പിക്കട്ടെ, കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിഥിയായി എത്തിയതിന് രണ്ടുപേർക്കും ഒരിക്കൽ കൂടി നന്ദി.